ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മസാല കൂട്ടിൽ അയില പൊരിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഒരു 4 അയില നല്ല കട്ട് ചെയ്ത് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫുള്ളായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മസാല കൂട്ട് ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 4 വറ്റൽ മുളക് ഒരു ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ചെറിയ ചൂടിൽ വെക്കുക. ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാതെ ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ അതൊരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മസാല കൂട്ട് ഉണ്ടാക്കാനായിട്ട് 3/4 സ്പൂൺ അരിപ്പൊടി, 1/2 സ്പൂൺ മൈദ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം വറ്റൽ മുളക് വറുക്കുമ്പോൾ 4 ചേർത്തുള്ളൂ. പിന്നെ അതിൽ 2 സ്പൂൺ അളവിൽ നമുക്ക് ആ പൊടിച്ച മസാല കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടെ 2 സ്പൂണ് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മളൊരു സ്പെഷ്യൽ മസാല കൂട്ട്. ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചതാണ്, തരിതരിപ്പായിട്ട് ചതച്ചത്, ഒരുപാട് പേസ്റ്റ് ആക്കില്ല, അത് 1 സ്പൂൺ ചേർക്കണം. കുറച്ചുകൂടി വെള്ളമൊഴിച്ച് മീനിൻ്റെ മസാല കൂട്ടിനനുസരിച്ച് നമ്മൾ ലൂസാക്കി മസാല ഉണ്ടാക്കാം. മീൻ പൊരിക്കാത്തവരാരും ഉണ്ടാവില്ല. എന്നാൽ ഇതേപോലെ ഒരു മസാല കൂട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ കാണിക്കുന്ന മീൻ മസാലക്കൂട്ടിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അല്പം ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ആ മീൻ അതിലേക്ക് മസാല ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെക്കണം. അപ്പോൾ ഇതേപോലെ മുളകും മല്ലിയും പെരിഞ്ജീരകമൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വറുത്ത് പൊടിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കൂടെ പുളിവെള്ളവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മീൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഒരു 2 സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇതേപോലെ മീൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. അടിഭാഗം നല്ല മസാല തേച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ മീൻ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ മീൻ പൊരിക്കാനും നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതേപോലെയുള്ളൊരു മസാല കൂട്ട് നിങ്ങൾ ചേർത്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ മീനെല്ലാം തിരിച്ചും മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ അടിപൊളി അയില പൊരിച്ച് സ്പെഷ്യൽ മസാല കൂട്ടിൻ്റെ അയില പൊരിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇനി മറ്റു വശവും കൂടി അതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വട്ടം നമ്മൾ തിരിച്ചും മറിച്ച് വിട്ട് വേവിക്കുക. അപ്പോൾ അയില ദശക്കട്ടിയുള്ളതാണെങ്കിൽ നമ്മൾ നല്ലപോലെ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തെങ്കിൽ മാത്രം എല്ലാവിടെയും അത് ഓയിൽ കയറി നല്ലപോലെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മീനൊക്കെ റെഡി ആയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി. അപ്പോൾ എന്തായാലും ഇതേപോലെ മസാല കൂടുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്